ഹലോ, അജിത്താണ്. ട്രാവൽ യുദ്ധത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ബെഹറിൽ ഒരുപാട് പാട്ട് പാടാൻ അറിയുന്നവരുണ്ട്, അതുപോലെ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവരും പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവർക്കൊന്നും വേണ്ടത്ര വേദികൾ നമ്മുടെ ബെഹറിൽ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പാട്ടിനെ ഇഷ്ടപ്പെടുന്ന, പാട്ടിനെ സ്നേഹിക്കുന്ന, പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ആർക്കും പാടാമെന്ന പേരിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ വീട്ടിലുള്ളത് അവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ടൊന്ന് പോയാലോ. ഹായ് ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, ചെറിയൊരു പനിയായിരുന്നു. നമ്മുടെ അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വിമാനാപകടത്തിൽ മരണപ്പെട്ട പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. നമ്മുടെ ബെഹറിൽ ധാരാളം ആളുകൾക്ക് പാട്ടുപാടാൻ ആഗ്രഹമുള്ളവരുണ്ട്. അതിലുപരി പാട്ടിനെ സ്നേഹിക്കുകയും പാട്ടിനെ ഇഷ്ടപ്പെടുകയുമൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. എന്നാൽ ഇവർക്കൊക്കെ വേണ്ട രീതിയിൽ വേദികൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ബെഹറിലെ പ്രമുഖ കലാപഠന കേന്ദ്രമായ കലാകേന്ദ്ര. ബെഹറിലെ പാട്ടിനെ സ്നേഹിക്കുന്നവരെയും പാടാൻ ആഗ്രഹിക്കുന്നവരെയും കണ്ടെത്തി അവരുടെ ഒരു കൂട്ടായ്മ ബെഹ്റിൻ അതിലയിൽ പ്രവർത്തിക്കുന്ന കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവർ അവിടെ ഒത്തുകൂടുകയും അവർക്ക് പാടാനുള്ള വേദികൾ ഒരുക്കുകയുമായിരുന്നു. ആർക്കും പാടാം എന്ന പേരിൽ നടക്കുന്ന ഈ പരിപാടി എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയാണ് നടക്കുന്നത്. ഈ കൂട്ടായ്മയുടെ 1-ാം വാർഷികവും കുടുംബസംഗമവും ഒക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ ആഘോഷിക്കുകയുണ്ടായി. സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർക്കും സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു വേദിയാവുകയാണ് കലാകേന്ദ്ര. മ്യൂറലുണ്ട്, പിന്നെ തബല, മൃദംഗം, സാക്സോഫോൺ ഉണ്ട്, ഫ്ലൂട്ട് ഉണ്ട്, വീണ, ഹാർമോണിയം ഉണ്ട്, പിന്നെ കരാട്ടെ ഉണ്ട്. പിന്നെ വീക്കിലി 1 സെഷൻ ആണെങ്കിൽ വീക്കിലി 1 ക്ലാസ് ആണെങ്കിൽ 4 hours. അപ്പോൾ എന്ന് വെച്ചാൽ വീക്കിലി 1 ക്ലാസ്, 8 hours ആണെങ്കിൽ വീക്കിലി 2 ആർക്കും പാടാം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കലാകേന്ദ്രവുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് പാട്ടൊന്നും നിങ്ങളെ കേൾപ്പിക്കാൻ സാധിക്കുകയില്ല. അതിനാദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്തായാലും നമുക്ക് ഇവിടുത്തെ കലാകാരന്മാരെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. കലാകേന്ദ്ര പാടാൻ ആഗ്രഹിക്കുന്നവർക്കും പാട്ട് പഠിക്കുന്നവർക്കും വേദി ആഗ്രഹിക്കുന്നവർക്കുമായി ആർക്കും പാടാം എന്ന ഒരു സംഗീത പരിപാടി, ഒരു സംഗീത കൂട്ടായ്മ കലാകേന്ദ്രയുടെ കീഴിൽ രൂപീകരിക്കുകയും
അത് ഒരു വർഷം പിന്നിടുകയും ചെയ്തു. എൻ്റെ വാർഷികാഘോഷങ്ങൾ കഴിഞ്ഞ ഫ്രൈഡേ നടത്തുകയുണ്ടായി. ഗംഭീര വിജയമായിരുന്നു. നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേജ് ഭയം മാറുക, വേദി നമുക്ക് ഗായകർക്ക് വേദിയിൽ പാടിയുള്ള ഒരു പരിചയം ഉണ്ടാകുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ 20ഓളം ഗായകർ, ബഹ്റിനിലെ ഗായകർ ഇവിടെ വന്ന് പാടി എല്ലാ ആഴ്ചയിലും ഒരു കുടുംബം പോലെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുകയാണ്. ഇതാണ് ഈ ബഹ്റൈൻ കലാകേന്ദ്രയുടെ കീഴിലുള്ള ആർക്കും പാടാമെന്നുള്ള ഒരു പരിപാടി. ഇതിൻ്റെ പേര് തന്നെ ആർക്കും പാടാം എന്നുള്ളതാണ്. അപ്പോൾ വളർന്നു വരുന്ന എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.